എട്ടുകെട്ടിൽ പിള്ളമാരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേണാട്ടിലെ ഏറ്റവും ശക്തരായ ഭൂസമ്പന്നർ. സ്വന്തം സൈന്യവും കൊട്ടാരങ്ങളും അധികാരവും രാജാവിന്റെ ഉത്തരവുകൾ പോലും അവരുടെ സമ്മതമില്ലാതെ നടപ്പായിരുന്നില്ല. നികുതി അവർ നിശ്ചയിച്ചു, ശിക്ഷ അവർ വിധിച്ചു. ജനങ്ങളുടെ കണ്ണുനീർ അവർക്ക് വിഷയമല്ലായിരുന്നു. അന്ന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും പൂർണ്ണമായും രാജാവിന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. എട്ടുവീട്ടിൽ പിള്ളമാരുടെ നിഴൽ ക്ഷേത്രത്തിനകത്തേക്കും വീണിരുന്നു. ക്ഷേത്രമക വസ്തുക്കൾ എട്ടായി ഭാഗിച്ച് കരം പിരിക്കുന്നതിന് ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചിരുന്നു. ഇവരെ എട്ടുവീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെട്ടു. കാലാകാലങ്ങളായി സാധാരണക്കാരായ ജനങ്ങളെ പീഡിപ്പിച്ചിരുന്ന ഈ മാടമ്പിമാരുടെ പതനം ഏവരും ആഗ്രഹിച്ചിരുന്നു. രാജ്യത്തിന്റെ പ്രബല ശക്തികൾ പിള്ളമാരും മാടമ്പിമാരും ആയിരുന്നു. പിള്ളമാരെ നിലനിർത്തിക്കൊണ്ടുള്ള ഭരണം രാജ്യത്ത് സാധ്യമാകില്ലെന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് അറിയാമായിരുന്നു. ആധുനിക തിരുവിതാംകൂർ കെട്ടിപ്പടുക്കുവാൻ എട്ടുവീട്ടിൽ പിള്ളമാരുടെ അമർച്ച കൊണ്ടേ സാധ്യമാകുമായിരുന്നുള്ളൂ. ആദ്യം ചെറിയ രാജ്യമായിരുന്ന വേണാട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ശക്തമായ ഭരണത്തിലൂടെ വികസിച്ച് പിന്നീട് തിരുവിതാംകൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ശക്തമായ രാജ്യമാക്കി മാറ്റപ്പെട്ടു.